എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അത് ഇൻഡിവിജ്വൽ സീരീസിലും എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രോബ്ലം സഹിതം നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സീരീസിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ആ ഒരു ഫോർമുല നമുക്കറിയാം. ആബ്സല്യൂട്ട് മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ മൈനസ് മോഡ്, അതായത് എക്സ് ബാർ മൈനസ് സെഡ്. റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാൻ മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാം കൂടെ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് നമ്മൾ കാൾ പിയേഴ്സൺസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുക, അല്ലേ? അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട്, അതായത് ക്ലാസ് ഇൻ്റർവൽസ് തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസ് നൽകുക. അപ്പോൾ ഇവിടെ നമുക്ക് മീനും മോഡും ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്, കണ്ടിന്യൂസ് സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഫോർമുല, അതായത് സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലേ? നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുലയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമുല തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് സിഗ്മ ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഓൾ സ്ക്വയർ ഇൻറ്റു സി എന്നുള്ള ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അതായത് ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയും നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുല തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുലയിൽ നമ്മൾ അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല, അല്ലേ? അതായത് എക്സ് ബാർ ഈസ് ഇക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുല ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കാനും അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കാനും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഡീവിയേഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അല്പം കൂടി എളുപ്പമായിരിക്കും ഈ ഒരു ഫോർമുല തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന എഫ് ഡി ഡാഷും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചതാണ്, ഇതിൻ്റെ പ്രോബ്ലമൊക്കെ ചെയ്തതാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂംഡ് മീനാണ്, എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസിയാണ്, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് അസ്യൂംഡ് മീനാണ്, അല്ലേ? ഒരു അസ്യൂംഡ് മീനായിട്ട് ഒരു എക്സ് വാല്യൂവിനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഓരോ എക്സ് വാല്യൂ അതിനെ നമ്മൾ എന്ത് ചെയ്യും, എയിൽ നിന്ന് കുറയ്ക്കും, അല്ലേ? എക്സ് മൈനസ് എ, അല്ലേ? ആ എക്സിൽ നിന്ന് എയിനാണ് നമ്മൾ അസ്യൂംഡ് വാല്യൂവിനെ കുറയ്ക്കും. പിന്നെ ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ സി ആണ്. ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ സി. അപ്പോൾ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫാക്ടറാണ്. അത് നമുക്ക് ക്ലാസ് ഇൻ്റർവലിൻ്റെ ആ ഒരു ഗ്യാപ്പിനെയാണ്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ സി ആയിട്ട് എടുക്കുക, അല്ലേ? എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി അഥവാ സിഗ്മ എഫ് ആണ്, അല്ലേ? ഇതാണ് അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനും ഇതുപോലെ തന്നെയാണ്. അതിൽ എഫ് ഡി ഡാഷും അതെല്ലാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫോർമുലയിൽ വ്യത്യാസമുണ്ട്, അല്ലേ? റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഓൾ സ്ക്വയർ ഇൻറ്റു സി എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതിലും ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് എ തന്നെയാണ് നമ്മുടെ അരിത്മാറ്റിക് മീൻ കണ്ടുപിടിച്ച പോലെ തന്നെ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂംഡ് മീനാണ്, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വാല്യൂ ആണ്, അല്ലേ? കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ നമുക്ക് എക്സിന് അതിൻ്റെ മിഡ് വാല്യൂവിനാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, അല്ലേ? ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ സി ആണ്, അല്ലേ? അതായത് നമ്മൾ എക്സിനെ നമ്മൾ അസ്യൂംഡ് മീനിൽ നിന്ന് കുറച്ചിട്ട് അതപ്പോൾ നമുക്ക് ഡി കിട്ടും, അതേ ഡിവൈഡ് ബൈ സി, അല്ലേ? കോമൺ ഫാക്ടർ, അതായത് ക്ലാസ് ഇൻ്റർവലിൻ്റെ ആ ഒരു ഗ്യാപ്പിന് ഡിഫറൻസിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ്, അല്ലേ? സിഗ്മ എഫ്, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് സീരീസിൽ. അപ്പോൾ ഇതുപോലൊരു ടേബിൾ നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇവിടെ മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവൽ എടുക്കുന്നു, അതിൻ്റെ മിഡ് വാല്യൂസ് എടുക്കുന്നു. 0യുടെയും 10ൻ്റെയും മിഡ് വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രൽ വരുന്ന വാല്യൂ അതാണ് 5 ആണ്, അല്ലേ? 10ൻ്റെയും 20യുടെ സെൻട്രൽ വാല്യൂ അതാണ് 15 ആണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലാസ് ഇൻ്റർവലിൽ നിന്ന് നമ്മൾ എക്സ് എന്നുള്ളത് അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുന്നു. ഈ മിഡ് വാല്യൂ ആണ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നീട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി നമ്മൾ അതേപടി ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു അസ്യൂംഡ് മീൻ, അല്ലേ? ഒരു അസ്യൂംഡ് മീൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ആണല്ലേ. ഇവിടെ നമ്മൾ 35നെ നമ്മൾ എന്തായിട്ട് എടുത്തു, അസ്യൂംഡ് മീനായിട്ട്, അതായത് ഏകദേശം സെൻറ്ററിൽ വരുന്ന ഒരു ഏതെങ്കിലും ഒരു ഐറ്റത്തെ നിങ്ങൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നു. എ ആണല്ലേ, ഇതാണ് അസ്യൂംഡ് മീൻ. അപ്പോൾ നമുക്ക് എക്സിനെ നമുക്ക് ഈ ഒരു അസ്യൂംഡ് മീനിൽ നിന്ന് കുറയ്ക്കണം, അല്ലേ? അതായത് 5 മൈനസ് 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും, -30 എന്ന് വരും, അല്ലേ? അതായത് എക്സ് മൈനസ് 35. 35 എന്താണ്, അസ്യൂംഡ് മീനാണ്, അല്ലേ?
5 മൈനസ് 35 30 എന്ന് വരും. 15 മൈനസ് 35 എത്രയാണ്? -20 അല്ലേ? 5 മൈനസ് 35 -30 ആണ്. അപ്പോൾ 15 മൈനസ് 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ -20. 25 മൈനസ് 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ -30. 35 മൈനസ് 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെ. ഇനി 45 മൈനസ് 35 ആണെങ്കിൽ +30. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റവും കണ്ടുപിടിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഡി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കണം. ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡി കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് ഡി ഡാഷ് ആണ്. അത് ഫോർമുലയിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഡി ഡിവൈഡഡ് ബൈ 10 ആണല്ലേ. 10 എവിടെ നിന്നാണ് ലഭിച്ചത്? അതാണ് കോമൺ ഫാക്ടർ അല്ലേ. 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ്, കോമൺ ഫാക്ടറാണ്. ഡി ബൈ സി ആണ് ഡി ഡാഷ്. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0 to 10 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണല്ലേ. 10 to 20 അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 10 അല്ലേ. ആ 10നെ നമ്മൾ കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഡി ഡിവൈഡഡ് ബൈ സി അഥവാ കോമൺ ഫാക്ടർ, അതിനെയാണ് ഡി ഡാഷ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്നത് -30 -20 കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഐറ്റത്തെ നമുക്ക് നോക്കാം. -30 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ -3 എന്ന് വരും. -20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ -2 വരും. -10 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ -1 വരും അല്ലേ. നമുക്ക് 0 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെയാണ്. ദെൻ 10 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ +1. 20 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ +2. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡി ഡാഷാണ്. എഫ് ഡി ഡാഷ് അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു ക്രമം ഓർത്തിരിക്കുക. ഇതേ ക്രമത്തിൽ തന്നെ നിങ്ങൾ എഴുതുക. ഇതെല്ലാം നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എഫ് ഡി ഡാഷൊക്കെ ആവശ്യമുണ്ട്. സിഗ്മ എഫ് ഡി ഡാഷൊക്കെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എഫ് ഡി ഡാഷ് കണ്ടുപിടിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു ഡി ഡാഷ് ആണല്ലേ. ഫ്രീക്വൻസി എന്താണ്? 12 ഇൻറ്റു ഡി ഡാഷ്. 12 ഇൻറ്റു -3 എന്ന് വെച്ച് കഴിയുമ്പോൾ -36 കിട്ടും. ദെൻ 18 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -36 കിട്ടും അല്ലേ. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസിയെ നമ്മൾ ഡി ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു അല്ലേ. എഫ് ഡി ഡാഷ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു കോളം ടോട്ടൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി ഡാഷ് അല്ലേ. സിഗ്മ എഫ് ഡി ഡാഷ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോളം ടോട്ടൽ ചെയ്യുമ്പോഴാണ്. 125 എന്ന് പറഞ്ഞ് സിഗ്മ എഫ് ഡി ഡാഷ് കിട്ടുക. ഇവിടെ ഉള്ള സിഗ്മ എഫ് ഡി ഡാഷ് ഇല്ലേ, അത് കണ്ടുപിടിക്കുന്നത് 125 കണ്ടുപിടിക്കുന്നത് ഈ ഒരു കോളം ടോട്ടൽ ചെയ്താണ്. ഇനി നമുക്ക് ഡി ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഡി ഡാഷ് സ്ക്വയറിനെ നമുക്ക് ആവശ്യമുണ്ടല്ലേ. ഡി ഡാഷ് സ്ക്വയർ ആവശ്യമുണ്ട്. അതായത് ഡി ഡാഷ് സ്ക്വയർ നമുക്ക് ഈ ഇക്വേഷനിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഡി ഡാഷ് സ്ക്വയർ എത്രയാണ്? ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? -3 ആയിരുന്നു. -3 ഇൻറ്റു -3 9, -2 ഇൻറ്റു -2 4, -1 ഇൻറ്റു -1 1. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡി ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് എഫ് ഡി ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഡി ഡാഷ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു ഫ്രീക്വൻസി അല്ലേ. 12 ഇൻറ്റു 9 അല്ലേ. 12 ഇൻറ്റു 9 108. 18 ഇൻറ്റു 4 72. 35 ഇൻറ്റു 1 35 അല്ലേ. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി നമ്മൾ ഡി ഡാഷ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഫ് ഡി ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ അതിൻ്റെ ടോട്ടൽ നമുക്ക് എടുക്കണം. 753 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 753 സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ഓർത്തിരിക്കുക. എന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് കേട്ടോ. നമ്പർ ഓഫ് ഐറ്റംസ് അല്ല ഇവിടെ വരുന്നത്. എത്ര ഐറ്റം ഉണ്ടെന്നുള്ളതല്ല, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇവിടെ വരുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷനിലേക്ക് എഴുതേണ്ട കാര്യങ്ങൾ എന്നു വെച്ച് കഴിഞ്ഞാൽ 230 ആണ് വരുന്നത്. അത് നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റൂട്ടും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവാണ് 17.26 അല്ലേ. 17.26 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. അപ്പോൾ മീൻ കണ്ടുപിടിക്കണം. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ആണല്ലേ. എ ആയിട്ട് എടുത്തത് നമ്മൾ 35 ആണല്ലേ. അസ്യൂംഡ് മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 35 ആണ് എടുത്തത്. നമുക്കിവിടെ സിഗ്മ എഫ് ഡി ഡാഷ് ഉണ്ട്. സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് 125 ആണല്ലേ. സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സി ആണല്ലേ. അപ്പോൾ ഇവിടെ 125 ഇൻറ്റു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 10 ആണല്ലേ. അപ്പോൾ നമുക്ക് 125 ഇൻറ്റു 10 1250 വരും അല്ലേ. 1250 ഡിവൈഡ് ബൈ 230. അപ്പോൾ നമുക്ക് 5.435 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു അസ്യൂംഡ് മീൻ 35 കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരിത്മാറ്റിക് മീൻ 40.435 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു, അരിത്മാറ്റിക് മീൻ കണ്ടുപിടിച്ചു. നമുക്കിനി മോഡ് കണ്ടുപിടിക്കണം. മോഡ് കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം L1 പ്ലസ് F1 മൈനസ് F0 ഡിവൈഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു L2 മൈനസ് L1 ആണല്ലേ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. സാധാരണ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കുന്നത് ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും തയ്യാറാക്കിക്കൊണ്ടാണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം അത് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഗ്രൂപ്പിംഗ് ടേബിൾ ഇങ്ങനെ വരും. ഒപ്പം തന്നെ അനാലിസിസ് ടേബിൾ വരുന്നത് ഇങ്ങനെയാണ്.
അല്ലേ. അപ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് നമുക്ക് 40, 50 എന്നുള്ളതാണ്. ഈ ഒരു മോഡൽ ക്ലാസ്സാണ് വരുന്നത് അല്ലേ. നമുക്ക് ടോട്ടൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇതിനകത്തായതുകൊണ്ട് നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽ ക്ലാസ് 40, 50 ആണ് വരിക. അപ്പോൾ 40, 50 മോഡൽ ക്ലാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ഇൻ്റർപോളേഷൻ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്യുക അല്ലേ. ഇൻ്റർപോളേഷൻ ഫോർമുല നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് മോഡെന്ന് പറയുന്നത് എത്രയായിട്ടും നമുക്ക് 46.154 കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് മൈനസ് സെഡ് ഡിവൈഡ് ബൈ സിഗ്മ അല്ലേ. ഇവിടെ നമുക്ക് എക്സ് ബാർ എന്ന് വെച്ചാൽ 40.435 ആണ്. ഇവിടെ നമുക്ക് സെഡ് കിട്ടിയിട്ടുണ്ട്, അത് 46.154 ആണ് അല്ലേ. മോഡ് കിട്ടിയിരിക്കുന്നതാണ്. ഇനി സിഗ്മ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 17.26 ആണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് -0.331 അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണല്ലേ. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു കണ്ടിന്യൂസ് സീരീസ് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. ഇവിടെ നമുക്ക് മാർക്സ് എബോവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോർ ദാൻ ലെസ് ദാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു ക്ലാസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോഴൊക്കെ ആ ഒരു ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. മോർ ദാൻ ലെസ് ദാൻ അത്തരത്തിലുള്ള മാർക്ക് വരുമ്പോഴല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനെ ക്ലാസ് ഇൻ്റർവലിലേക്ക് നിങ്ങളിതിനെ കൺവേർട്ട് ചെയ്യുക, ക്ലാസ് ഇൻ്റർവലായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ക്ലാസ് ഇൻ്റർവൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സുകൾ അരിത്തമാറ്റിക് മീൻ പഠിച്ചതിന് ശേഷം അതിൻ്റെ അവസാനത്തെ ക്ലാസ്സുകളിൽ നമ്മളിത് ഡിസ്കസ് ചെയ്ത് ഓർത്തിരിക്കുക. അതിനനുസരിച്ച് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറുകൾ ഇതേ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു ബൈ മോഡൽ സീരീസ് ആയതുകൊണ്ട് നമുക്ക് മോഡ് ഇൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. മോഡ് കണ്ടുപിടിക്കാതെ അല്ലേ. 3 × മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അരിത്മാറ്റിക് മീൻ നമുക്ക് എക്സ് ബാർ നമുക്ക് 39.27 കിട്ടും. മീഡിയൻ നമുക്ക് 45 മാർക്സാണ് കിട്ടുന്നത് അല്ലേ. അതുകൂടാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതും കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുക. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.